നമസ്കാരം. അടുത്ത ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ 3 കാര്യങ്ങൾ കണ്ടെത്തിയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ കണ്ടെത്തി ആ കാര്യം എഴുതി വയ്ക്കുക. 1, 2, 3 എന്ന് എഴുതി വെച്ചിട്ട് അത് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കുന്നു എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രാക്ടീസ്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റിൽ ഒന്നായിട്ട് ചേർത്തിട്ട് ആ പ്രശ്നം എങ്ങനെയാണോ മാറിക്കിട്ടേണ്ടത്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആ പ്രശ്നത്തെ കാണാം. സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞതായി കണ്ട് അതേപോലെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ വിഷ്വലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മുൻകൂട്ടി നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചതിന് നന്ദി എന്ന്. അതായത് നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി എങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളത്, നമ്മൾ മുൻകൂട്ടിയല്ലേ പ്രാർത്ഥിക്കാറുള്ളത്, ദൈവം ഇതെല്ലാം എനിക്ക് ചെയ്തു തരണേ, അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിന് പകരമായിട്ട് അത് നടന്നു കഴിഞ്ഞാൽ, ദൈവം നമ്മൾക്കത് തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫീലിങ്, നമ്മൾ അതെങ്ങനെയായിരിക്കും അനുഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി തന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ആ കാര്യം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമേജിനേഷൻ പവറാണ്. അതാണ് ഈ വിഷ്വലൈസേഷനിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താണോ ഇമേജിൻ ചെയ്യുന്നത്, എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത്, അത് യഥാർത്ഥമായി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ബ്ലെസ്സിങ്ങുകൾ എഴുതുക, ബ്ലെസ്സിങ് കൗണ്ട് ചെയ്ത് എഴുതി നന്ദി പറയുക. അതിനുശേഷം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അത് നടന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ നന്ദി പറയുക. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്ത് അന്ന് ഉണ്ടായിട്ടുള്ള നല്ല 10 കാര്യങ്ങൾ ഓർത്ത് അതിലേറ്റവും ബെസ്റ്റിന് നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാനായിട്ട് കിടക്കുക. ഇതാണ് ചെയ്യേണ്ട പ്രാക്ടീസ്.